ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നുറുക്ക് ഉപ്പുമാവാണേ. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഉള്ളി, ഒരു സവാള, പിന്നെ 2 പയറ്, സ്വല്പം ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. സ്റ്റൗ കത്തിച്ച് നമ്മൾ കുക്കറടപ്പ വെക്കുന്നു. കുക്കറടപ്പ വെച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് ഏതെണ്ണയാണോ നമ്മൾ ഒഴിക്കുന്നത് അതെടുക്കുക. ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് തോട് കളഞ്ഞ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കണം. ആ ഉഴുന്ന് ഒന്ന് ചുമന്ന കളറായി വരും. ഈ ചുമന്ന കളറായി വരുമ്പം തന്നെ ഈ പപ്പടമൊക്കെ വറക്കുന്നതിൻ്റെ ഒരു മണം വരും. ഇതാകുമ്പോഴത്തേന് ഇരിക്കുന്ന വറ്റൽമുളകായിരുന്നു ആദ്യം ഇടേണ്ടത്, ഞാൻ അറിയാതെ അങ്ങ് ഇട്ടുപോയി. വറ്റൽമുളക് ഇടുക, അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക, സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വാടി വരും. അത് മൂക്കിയൊന്നും വേണ്ട. അതിനകത്തോട്ട് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, പയറ്, പിന്നെ ഇച്ചിരി ഇഞ്ചിയൊക്കെ അരിഞ്ഞിരുന്നില്ലേ, ഇഞ്ചി എല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിനകത്ത് ഒരു 2 പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടതിന് ശേഷം അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇളക്കുക. അതങ്ങനെ മൂക്കിയൊന്നും വേണ്ട. അത് ഇച്ചിരി ആകുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതൊരു 1/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പുണ്ട്, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു 1/4 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പം നിരമ്പരം കിടക്കുകയാണ്, അത്രയും പോരാ. ഇത് നുറുക്ക് ഗോതമ്പിന് വേവുള്ളതാണ്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒന്ന് ഇളക്കുക. കുക്കർ അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെച്ച് അതിന് ശേഷം 3 വിസിൽ വരണം. 3 വിസിൽ വരുമ്പോഴത്തേന് നമ്മളതിനെ ഓഫാക്കി വെക്കണം. കുക്കറിൽ വെക്കുമ്പോൾ 3 വിസിൽ വരണം. ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് വല്ലതും പിടിച്ചാലോ. എന്നിട്ട് കുക്കർ തണുത്തതിന് ശേഷം വെയിറ്റൊക്കെ ഇച്ചിരി മാറ്റി വെക്കുമ്പോൾ അറിയാം. തണുത്തതിന് ശേഷം എയർ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ തുറക്കുക. തുറന്നതിന് ശേഷം സ്വല്പം ഇളക്കി നോക്കുക. അറിയാം വെന്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് 1 പിടി തേങ്ങ ഇടണം. എന്നിട്ട് ഒരു പിടി തേങ്ങ ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. പിന്നെ നെയ്യൊക്കെ ഈ സമയത്തുള്ളവർക്ക് ഒഴിക്കാം. എനിക്ക് നെയ്യൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. ഞാൻ തേങ്ങ കൂടെ ഇട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം. നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡി. ഭയങ്കര ടേസ്റ്റാണ്. ഇതേവണ്ണം ക്യാരറ്റ് വെജിറ്റബിളൊക്കെ ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവ്, പിന്നെ ഏത്തപ്പഴം, ഉരുളക്കിഴങ്ങ് കറി, മുട്ട. ഓക്കേ.